ഒരു മരം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പ്രകൃതിയിൽ മരങ്ങളും വള്ളികളും പ്രത്യേകം ബാലൻസിലാണ് നിലനിൽക്കുന്നത്. അതെങ്ങനെയെന്ന് വൃക്ഷങ്ങളിലും വള്ളികളിലും നിരീക്ഷിച്ച് ഓരോ ചിത്രകാരനും മനസ്സിലാക്കേണ്ടതുണ്ട്. മരം പൂർണ്ണമായും വരയ്ക്കുമ്പോൾ, അവയിലെ ഇലകൾ വരയ്ക്കുമ്പോൾ ഇരുളും വെളിച്ചവും നൽകിയാണ് ചിത്രീകരിക്കുന്നത്. സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ ഇരുളും വെളിച്ചവും വീഴുന്ന ഭാഗം ഏതെന്ന് ചിത്രകാരൻ തീരുമാനിക്കുന്നു. അതിനുശേഷം സ്കെച്ച് പൂർത്തീകരിച്ചതിന് ശേഷം കടുപ്പം കൂടിയ രേഖകൾ ഉപയോഗിച്ച് ഇരുളുവശവും കടുപ്പം കുറഞ്ഞ രേഖകൾ ഉപയോഗിച്ച് വെളിച്ചം വീഴുന്ന ഭാഗവും ചിത്രീകരിക്കുന്നു. ഓരോ ഇലകളും വരയ്ക്കുമ്പോൾ അതിന് താഴെ വശത്തുള്ള ഇലകളിലേക്ക് നിഴലുകൾ വീഴുന്നതും ചിത്രീകരിക്കേണ്ടതുണ്ട്. ആകെ കൂടി ഇരുളും വെളിച്ചവും എങ്ങനെയെന്ന് കൃത്യമായി രേഖകളിലൂടെ ഇവിടെ നൽകപ്പെടുന്നു. ഒരു കൂട്ടം ചില്ലകൾ അല്ലെങ്കിൽ ഇലകൾ, അവയ്ക്ക് താഴെയുള്ള മറ്റൊരു കൂട്ടം ചില്ലകളും അവയിലെ ഇലകളും വരയ്ക്കുമ്പോൾ മുകളിലുള്ള ചില്ലകളിലെ ഇലകളുടെ നിഴലുകളും പ്രതിഫലന പ്രകാശവും വീഴുന്നുണ്ടാവും. അത് മനസ്സിലാക്കി അതും നമ്മൾ ഇവിടെ ചിത്രീകരിക്കേണ്ടതാണ്. ഓരോ മരങ്ങൾക്കും ഇലകൾക്ക് അതിൻ്റെ രൂപത്തിന് പ്രത്യേകതയുണ്ട്. അതനുസരിച്ച് ഏത് വൃക്ഷമാണോ ആ വൃക്ഷത്തിൻ്റെ ഇലയുടെ ആകൃതിക്ക് അനുസരിച്ച് ഇവിടെ രേഖകൾ വരയ്ക്കപ്പെടുകയാണ്. വലതുവശത്ത് വെളിച്ചവും ഇടതുവശത്ത് ഇരുട്ടും, അടിവശങ്ങളിൽ കൂടുതൽ വീഴുന്ന ഇരുളും നിഴലും ആകെ കൂടി വളരെ മനോഹരമായി ഈ ചിത്രം ഇവിടെ പൂർത്തിയാകുന്നു. ഒരു വൃക്ഷത്തിൻ്റെ 4 വശങ്ങളിലേക്കും മാത്രമല്ല, ഏതെല്ലാം ദിശകളിലേക്കാണ് അതിൻ്റെ ശിഖരങ്ങളെന്ന് പറയാൻ പറ്റുന്നതല്ല. ചിത്രകാരൻ ഇഷ്ടമുള്ള വശങ്ങളിലേക്കെല്ലാം അതിൻ്റെ ശിഖരങ്ങളും വരച്ചു ചേർത്ത് അതും ഇരുട്ടും വെളിച്ചവും കൃത്യമായി വീഴുന്നത് എങ്ങനെയെന്ന് രേഖകളിലൂടെ കാണിച്ച് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇലകളിലെ നിഴലും ചില്ലകളിലേക്ക് വീണ് മരത്തിൻ്റെ കാണ്ഡം അല്ലെങ്കിൽ തടിയിലേക്കും അതിൻ്റെ നിഴലുകൾ വീഴുന്നുണ്ട്. ആ നിഴലും ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നു. പ്രതിഫലന പ്രകാശം, ഇരുട്ട്, നിഴല്, അവയെല്ലാം രേഖകൾ കൊണ്ട് തന്നെ ചിത്രീകരിക്കേണ്ടതായി വരുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയ പ്ലാന്റുകളും കല്ലുകളും മണലുകളും ഒക്കെ വരച്ചു ചേർത്ത് മരം നേരെ നിവർന്നു നിൽക്കുന്നതായി ചിത്രീകരിക്കുന്നു.